എന്താ കുതിരയുടെ വയറ്റിനകത്ത് എടുത്തത്? അതാണ് നീറ്റ് ഭസ്മം, അത്ഭുത സിദ്ധിയോടുള്ള ഭസ്മം. ഭക്തിയോടുകൂടി അത് കഴിച്ചിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടത്തും. മാളു, അതെനിക്ക് കുറച്ചെടുത്ത് തരുമോ? ഞാനത് കഴിച്ചിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോവുക. എന്ത് കാര്യം? നിന്നെ കല്യാണം കഴിക്കണോ? അയ്യോ, അതിനത് കഴിച്ചിട്ടിട്ട് വേണ്ടേ? അച്ഛൻ അത് ആരും അറിയാത്ത ഒരിടത്ത് വിളിച്ചു വെക്കുക. അയ്യോ, ഒന്ന് എടുത്ത് താ മാളു. അയ്യോ, അത് കുടുംബദ്രോഹം. ഞാന് കുടുംബത്തിൽ അങ്ങാൻ പോവില്ലയോ? ഞാൻ കണ്ടുപിടിച്ചോളാം എവിടാണ് വയ്ക്കാന്നുള്ളത്. എന്താ നാളെ നാളെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഓർക്കും. എന്നാൽ ആ പേര് ഓർമ്മയിലെത്തും. അമ്പാടി. അമ്പാടി തന്നെയാണോ വീരൻ? 16,008 ഭാര്യമാരും കണക്കില്ലാതെ കുശീലതരങ്ങളുമുള്ള അമ്പാടി കള്ളകൃഷ്ണൻ. നല്ല പേര്. പേര് മാത്രവും ആഹാരവും അഭ്യാസവും ആളൊരു കേമനാണേ. അല്ലിമലർക്കാവൽ വെച്ച് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആദ്യം ആലസ്യൊന്നും കൊച്ചു തമ്പ്രാട്ടിക്ക് ഒന്ന് ഭവിക്കില്ലായിരുന്നു. എന്താ ഒരു വഴി? എന്തിന്? ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഊരിയാടണമെന്നാവും, പിന്നെ തൊട്ടുറുമിരിക്കണമെന്നാവും. അതും കഴിഞ്ഞാൽ കയറില്ലാതെ തന്നെ എന്നെ ഒന്നിച്ചു വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. ആള് എവിടെയാണെന്ന് ആർക്കറിയാം? ആരാണ്? എങ്ങനെയുള്ളവനാണ്? അത്രയ്ക്ക് വേണ്ട കൊച്ചു തമ്പ്രാട്ടി. അറിയാതെ ചെന്ന് ആപത്തിൽ കുടുങ്ങരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഉള്ളവളെ കുറിച്ച് അവിടുന്ന് ഓർക്കുന്നുണ്ടാവൂ. ഉറങ്ങാറായില്ലേ? അയ്യോ, അല്ലിമലർക്കാവിലെ ഉത്സവത്തിന് ശേഷം ആളൊന്നും മാറിയിട്ടുണ്ടില്ലേ കണ്ണു? ഞാൻ കാര്യം ആരായാണ്ടിരുന്നില്ല. എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞു. അല്ല, യക്ഷികളാരാനും കൂടിയിട്ടുണ്ടോ? നമുക്ക് വെളുത്തമ്മാവനെയും കാവുമ്മയെയും വിവരവും തിരിവിച്ചാൽ വരട്ടെ, നമുക്ക് ചെന്ന് തപസ്സൊന്ന് ഇളക്കണം. ഒന്നുമില്ലെങ്കിലും 3-4 ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ളവരല്ലേ നമ്മള്? ഇല്ലേ കണ്ണു? നമ്മളോട് വേണം ഇത്. ഏത്? അല്ല, എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിന്നോണ്ടിരുന്ന ഈ ചങ്ങാതിയുടെ ഈ പാവപ്പാർച്ച കണ്ട് ഞാനിന് ഓരോന്ന് ആലോചിച്ചു പോകാൻ. കൂട്ടരെ, എനിക്ക് പ്രായം കുറവാണെങ്കിലും വകതിരിവിന് കുറവൊന്നും വരില്ല. അമ്പാടിക്ക് വകതിരി കുറവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൂടുതലുണ്ടായിരിക്കും. മനസ്സിലാക്കുന്നു. മറച്ചു വെക്കേണ്ട ചില രഹസ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സമയമെടുക്കട്ടെ, ഞാൻ എല്ലാം തുറന്നു പറയാം. റൂമിയല്ലേ ഓടിക്കഴിച്ചു വരുന്നത്? എന്തെങ്കിലും രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒന്നിച്ച് കണ്ടല്ലോ. ഞാൻ പുണ്യം ചെയ്തവളാണ്. വിശേഷിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ കാണും. പെണ്ണ് കേമിയാണേ. രഹസ്യം പറഞ്ഞ അമ്പാടിയിലെ ചെവി നിറഞ്ഞു കാണും. അല്പം ഈ കാതിലേക്കും കൂടി പകർന്നാലും. എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചാക്ക് ചാക്കല്ലേ അരി കൂട്ടിയിരിക്കുന്നത്. എല്ലാം പറഞ്ഞ പോലെ. എന്നാൽ ഞാൻ അങ്ങനെയാവട്ടെ, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. അനന്തരം നല്ല ശ്രദ്ധ വേണം. തീർച്ചയായും ധാന്യങ്ങളെല്ലാം കടത്തനാട്ടെ ഇരുട്ടറയിൽ ഭദ്രമായി ഞാൻ എത്തിച്ചോളാം. വരുന്നുണ്ട്, വരും.
ധാരാളം ധാന്യം ഇനിയും വരാനുണ്ട്. പക്ഷേ എന്നും ഈ ഔദാര്യം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിനും ഭദ്രതയ്ക്കും വേണ്ടി പൊരുതുക, അവകാശങ്ങൾ നേടിയെടുക്കുക. ഞാനും കൂടി അറിഞ്ഞോട്ടെ, എന്താ രണ്ടുപേരും കൂടി വാക്കില്ലാതെ പറയുന്നത്? എങ്ങോട്ടാണ് ഈ രണ്ടുപേരും കൂടി പോകുന്നത്? എന്താ ഇതൊക്കെ? കാര്യം പറയുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണ്ടേ? ഞാൻ സ്വപ്നം കാണുകയാണ്.